പാമോലിൻ കേസിലെ വിചാരണയ്ക്ക് മുന്നോടിയായി തൃശൂർ വിജിലൻസ് കോടതിയിൽ ഇന്ന് മുതൽ പ്രാരംഭവാദം കേൾക്കും. പ്രതികൾ നൽകിയ വിടുതൽ ഹർജികൾ കോടതികൾ തള്ളിയതിനെ തുടർന്നാണ് വിചാരണ. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാരംഭവാദം ഇന്നു മുതൽ തൃശൂർ വിജിലൻസ് കോടതിയിൽ ആരംഭിക്കുകയാണ്. വളരെ നിർണായകമാണ്, പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിക്ക്. കാരണം നിലവിൽ സാക്ഷിയാണെങ്കിലും വിചാരണ വേളയിൽ തെളിവുകൾ കിട്ടിയാൽ പ്രതിയാക്കാമെന്ന് നേരത്തെ തന്നെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. തീർച്ചയായും മനു, പാമോലിൻ കേസിന്റെ വിചാരണ നടപടികൾക്ക് ഹൈക്കോടതി സുപ്രീം കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികൾ നൽകിയ വിടുതൽ ഹർജികളും തടസ്സ ഹർജികളും എല്ലാം തന്നെ മേൽക്കോടതികൾ തള്ളിയിരുന്നു. ആ ഒരു ഉത്തരവിന്റെ ഒപ്പമാണ് വിചാരണ തുടങ്ങാം എന്ന തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. പ്രതികളായ മുൻ മന്ത്രി PH മുസ്തഫ, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, സിവിൽ സപ്ലൈസ് സെക്രട്ടറി ആയിരുന്ന PJ തോമസ് എന്നിവർ നൽകിയ വിടുതൽ ഹർജികളാണ് കഴിഞ്ഞ ദിവസം മെയ് 11 സുപ്രീം കോടതി തള്ളിയത്. കേസ് വിചാരണ നടത്താതെ അന്തിമമായി നീട്ടുകയാണെന്ന് അന്ന് VS അച്യുതാനന്ദന്റെ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി അംഗീകരിച്ചാണ് സുപ്രീം കോടതി വിജിലൻസ് കോടതിയിൽ നടക്കുന്ന വിചാരണ തുടങ്ങാനായി നിർദ്ദേശം നൽകിയത്. തൃശൂർ വിജിലൻസ് ജഡ്ജി ജയചന്ദ്രനാണ് കേസ് പരിഗണിക്കുക. അല്പസമയത്തിനകം കേസ് പരിഗണനയ്ക്കെടുക്കും. ദിൽജിത്ത്, വളരെ നിർണായകമായ ഒരു കേസാണ്. കാരണം പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ വാദം ആരംഭിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം അസ്വാഭാവികമായി ഒന്നുമില്ല ഈ കേസിൽ എന്ന് കാണിച്ചാണ് വിടുതൽ ഹർജികൾ, കേസ് തള്ളാനുള്ള ഹർജികളും ഒക്കെയായി ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ അവിടെ നിന്ന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. കേസിൽ വിചാരണ നടത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും മനു, മാർച്ച് അവസാനത്തോടുകൂടി കുറ്റപത്രം സംബന്ധിച്ച പ്രാഥമിക വാദം നടക്കുമ്പോഴാണ് കേസിൽ അസ്വാഭാവികമായി പാമോലിൻ ഇറക്കുമതി ചെയ്ത സംഭവത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് വാദിച്ചുകൊണ്ട് വിഭാഗം കോടതിയെ സമീപിച്ചത്. ഈ ഒരു വാദത്തെ ജഡ്ജി രൂക്ഷമായാണ് വിമർശിച്ചത്. മുൻപ് തൃശൂർ വിജിലൻസ് കോടതി ഈ കേസിൽ ചീഫ് സെക്രട്ടറിമാരായ പത്മകുമാർ, സക്കറിയ മാത്യു എന്നിവരെ തൃശൂർ വിജിലൻസ് കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഈ ഒരു കൂടി പരിശോധിച്ച് കുറ്റവിമുക്തരാക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്നും അവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി തുടർ വിചാരണ നടത്തണമെന്നുമാണ് സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശമുണ്ടായത്. പ്രത്യേകിച്ച് അന്നത്തെ ധനമന്ത്രിയും കേസിലെ 23-ാം സാക്ഷിയുമായ ഉമ്മൻചാണ്ടിക്കെതിരെ കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. നിലവിൽ സാക്ഷിയാണെങ്കിലും വിചാരണ വേളയിൽ പുതിയ തെളിവുകൾ കിട്ടിയാൽ പ്രതിയാക്കാനാകുമെന്ന് കോടതി നിരീക്ഷണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് മുമ്പ് തൃശൂർ വിജിലൻസ് കോടതിയിൽ നടന്ന വിചാരണ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഈ പാമോലിൻ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കണ്ടിരുന്നുവെന്നും അതിൽ ഒപ്പുവെച്ചുവെന്നുമുള്ള നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സമയത്ത് ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇടപാട് നടന്നത് എന്ന് തന്നെ ധരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കോടതി പരാമർശം നടത്തിയിരുന്നു. അത് ഈ അഴിമതിയിൽ അന്നത്തെ ധനമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് ഉള്ള പങ്കിനെ കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ വിചാരണ കാലയളവിൽ പ്രതിയാക്കാം എന്നുള്ള ഉത്തരവ് നിലനിൽക്കെ വീണ്ടും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇന്നത്തെ ഈ വിചാരണ നടപടികൾ വീണ്ടും നിർണായകമാവുകയാണ്. തീർച്ചയായിട്ടും ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ 4 തവണ നിറയൊഴിച്ചാണ് മകൻ കൊന്നതെന്ന് പോലീസ്. കോട്ടയം മുളക്കരയ്ക്ക് സമീപം കാറിൽ വെച്ചാണ് കൊല നടത്തിയത്. കൊലയുടെ ദൃശ്യങ്ങൾ പ്രതി മൊബൈലിൽ പകർത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, വിശദാംശങ്ങൾ. മനു, 4 പ്രാവശ്യം നിറയൊഴിച്ചാണ് പിതാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് മകൻ പോലീസിന് ഏറ്റവും ഒടുവിലായിട്ട് നൽകിയ മൊഴിയിൽ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വ്യത്യസ്തമായ മൊഴികളാണ് പ്രതിയായിട്ടുള്ള ഷെറിൻ പോലീസിന് നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെയധികം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ തെളിവുകൾ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. കോട്ടയത്ത് നിന്നും അതിനോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തലയുടെയും മറ്റുടലിന്റെയും ഭാഗങ്ങൾ പോലീസിന് ലഭിച്ചു. ഇത് പുലർച്ചെ 2 മണിയോടുകൂടി പോലീസിന് ഷെറിൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തെളിവുകൾ പോലീസിന് ലഭിക്കാൻ സാഹചര്യം ഒരുക്കിയത്. ഇപ്പോൾ അതായത് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പോലീസ് പരിശോധന നടത്തി വരികയാണ്. ഇതിന്റെ പരിശോധനകൾക്ക് ശേഷം ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഇതിന്റെ DNA ടെസ്റ്റുകൾ അടക്കമുള്ള ടെസ്റ്റുകൾക്ക് ഇത് വിധേയമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസ് പറയുന്നത് പ്രകാരം പ്രതി ഷെറിൻ പിതാവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ട് തന്നെ വാഹനത്തിൽ കൊണ്ടുപോവുകയും അതിനുശേഷം മുളക്കുഴയിൽ വെച്ച് 4 തവണ റോഡിൽ വെച്ച് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ 4 തവണ നിറയൊഴിക്കുകയായിരുന്നു. പിന്നീട് ഈ മൃതദേഹവുമായി വന്ന് തിരുവല്ലയിൽ നിന്നും പെട്രോളും മറ്റും വാങ്ങി കത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായതിനെ തുടർന്നാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ
മുറിച്ച് വ്യത്യസ്ത മേഖലകളിൽ കൊണ്ട് നിക്ഷേപിച്ചത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ പ്രതി ചെയ്യാൻ കാരണം തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ തെളിവുകൾ ശേഖരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് മേധാവി പറയുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ കൃത്യമായിട്ടുള്ള വിശദീകരണവും ഇതിന് ശേഷം ഉണ്ടാവും. കഴിഞ്ഞ 25-ാം തീയതിയാണ് സംഭവം നടന്നത്. ചെങ്ങന്നൂർ മുളക്കുഴയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. പിതാവിന്റെ വഴിവിട്ട ചില ബന്ധങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന് പ്രതി നൽകിയ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്ങന്നൂരിൽ മകൻ കൊല ചെയ്ത പ്രവാസി മലയാളി ജോയ് വി ജോണിന്റെ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പോലീസിന് ലഭിച്ചു. തലയുടെ ഭാഗങ്ങൾ കോട്ടയം ചിങ്ങമനത്ത് നിന്നും കണ്ടെത്തി. ഉടലിന്റെ ഭാഗങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ലഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതി ഷെറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പ്രതിയെ കൊണ്ട് രാവിലെ പോലീസ് പുലർച്ചെ തന്നെ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, വിദേശ മലയാളി ജോയ് വി ജോണിന്റെ മൃതദേഹത്തിന്റെ കൂടുതൽ ഭാഗങ്ങളാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ ഷെറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഈ ഭാഗത്ത് എത്തിയത്. തലയും ഭാഗങ്ങളുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തല കോട്ടയം ചിങ്ങമലത്ത് നിന്നുമാണ്, റോഡിൽ നിന്നാണ് കണ്ടെത്തിയത്. ഉടൽ ഭാഗങ്ങളായ ചങ്ങനാശ്ശേരി ബൈപ്പാസിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. മകൻ ഷെറിൻ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിമുറിക്കുകയും കരിക്കുകയും ചെയ്ത പല ഭാഗങ്ങളെ ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു ഈ കേസിൽ പ്രധാനമായിട്ടുള്ള പോലീസ് നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷെറിനെ വിശദമായി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള മൊഴികളും എല്ലാം ഇതില് പോലീസ് പരിശോധിച്ചു. ഒപ്പം ഈ കൊലപാതകത്തിന് ശേഷം ഷെറിനെ അറസ്റ്റ് ചെയ്തത് കോട്ടയത്ത് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ചേർത്ത് വെച്ചപ്പോൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുകയെല്ലാം ചെയ്തത്. അപ്പോഴാണ് ചിങ്ങവനം ഭാഗത്തുനിന്നും ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്നും ശരീര ഭാഗങ്ങളെല്ലാം തന്നെ പോലീസിന് സഹായകമായത്. ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്കായി ഇത് അയച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇത്തരം കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഷെറിൻ പറഞ്ഞിട്ടുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഷെറിൻ പോലീസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയോടുകൂടി തന്നെ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മനു, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അഭിഭാഷക TB മിനി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെയുള്ളവയാണ് ഇന്ന് കോടതി പരിഗണിക്കുക. പോലീസിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹർജി നേരത്തെ പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് നിയമവിദ്യാർത്ഥി MM അജീഷ് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചക്കകം പൂർത്തിയാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. മൃതദേഹങ്ങൾ ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. കുട്ടികളുടെ മുങ്ങിമരണം സൃഷ്ടിച്ച ആഘാതത്തിലാണ് പയ്യാവൂർ ഗ്രാമം. ഒരു ദിവസം കൊണ്ട് പൊലിഞ്ഞുപോയ 5 ജീവനുകൾ 3 വീടുകളിലെ വെളിച്ചമാണ് കെടുത്തിയത്. കുട്ടികൾ പഠിക്കുന്ന പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം എന്നിവിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 3 മണിയോടെ അന്ത്യകൂദാശ കർമ്മങ്ങൾ നടത്തും. 5 മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ ഒരു കല്ലറയ്ക്കുള്ളിൽ 5 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഏറ്റവും മിടുക്കരായ പിള്ളേരാണ് ഈ 4 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയുണ്ട്. ഒരു ഏറ്റവും നല്ല മിടുക്കരായ പിള്ളേരാണ്. ഈ പിള്ളേരുള്ള സ്നേഹത്തെ മുൻനിർത്തി പിന്നെ ഇടവകയുടെ ഒരു തീരാ ദുഃഖമാണല്ലോ ഇത്. ഇടവകയുടെ മാത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ ദുരന്തമാണ്. അപ്പം തീരാ ദുഃഖം അത് എന്നേക്കുമായിട്ട് അതിനെ മഹത്വീകരിക്കാൻ വേണ്ടി നമ്മൾ അത് മോണുമെൻ്റായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രിമാർ KK ശൈലജ, EP ജയരാജൻ, PK ശ്രീമതി MP എന്നിവർ ഫാദർ ബേബി പാറ്റേലുമായി ചർച്ച നടത്തി സംസ്കാര ചടങ്ങുകളും സമയവും തീരുമാനിച്ചു. സംസ്കാര ചടങ്ങുകളുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി KK ശൈലജ അറിയിച്ചു. കുഞ്ഞുങ്ങളുടെ മരണം സൃഷ്ടിച്ച നടുക്കത്തിലാണ് പയ്യാവൂർ ഗ്രാമം. സഫാനും ഒരുജയും ആയലും അഖിലും മാണിക്കും ഇനി ഈ പള്ളിമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളും. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. വയനാട് ബത്തേരി പുൽപ്പള്ളി 4-ാം മൈലിൽ കാട്ടാന ചെരിഞ്ഞ നിലയിൽ. വെടിയേറ്റ് ചെരിഞ്ഞതാണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അനൂപ്, എപ്പോഴാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്? സംഭവം എന്താണ്?
മനു, ബത്തേരിക്കടുത്ത് പുൽപ്പള്ളി ബത്തേരി റോഡിൽ നാലാം മൈലിലാണ് റോഡിനോട് ചേർന്ന് പിടിയാനയെ ചെറിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വെടിയേറ്റ പാടുകൾ ആനയുടെ ശരീരത്തിലുണ്ട്. 13 വയസ്സോളം പ്രായമുള്ള ആനയാണ് ചെറിയ നിലയിൽ കാണപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് വനംവകുപ്പിന്റെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വൈൽഡ് ലൈഫ് വാർഡൻ ദിനേശ് കുമാർ അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മറ്റു വിവരങ്ങൾ പറയാനാകൂ. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് വനംവകുപ്പ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ആനയെ സംഭവ സ്ഥലത്ത് നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനൂപാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. അടിമകളാക്കപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. സംഘടനയുടെ മൂലധനം ഉയർത്തുന്നതിന് ആവശ്യമായ പണം ലഭിക്കുന്നതിനാണ് ഓൺലൈൻ വാണിഭമെന്നും റിപ്പോർട്ട്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഹൂസ്റ്റണിലുണ്ടായ വെടിവെപ്പിൽ അക്രമി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. 6ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാഴ്ചയ്ക്കിടെ മെഡിറ്ററേനിയൻ തീരത്തുണ്ടായ 3 കപ്പൽ ദുരന്തങ്ങളിൽ 700-ലധികം അഭയാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN വാർത്താ ഏജൻസി.